ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൈര് വടയാണ്. ഇത് തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയ സ്നാക്ക് ഐറ്റമാണ്. പേര് പോലെ തന്നെ വടയും തൈരുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകൾ. ആദ്യം നമ്മൾ വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1.5 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 4 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ആവശ്യത്തിന് കുതിർന്ന ഉഴുന്ന് വെള്ളം വാർന്നു പോകാൻ വയ്ക്കാം. അതിനുശേഷം വേണം അരച്ചെടുക്കാൻ. ഉഴുന്ന് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് നല്ലത്. കാരണം വെള്ളം ഒട്ടും ചേർക്കാതെ പറ്റുമെങ്കിൽ അങ്ങനെ വേണം അരയ്ക്കാനായിട്ട്. മിക്സിയിൽ ഒന്നിച്ച് വെള്ളമില്ലാതെ അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അല്പാൽപമായി മിക്സിയിൽ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ 1 സ്പൂൺ ചോറ് കൂടി ചേർത്താൽ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അരച്ചു വെച്ച മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, കുരുമുളക് ചതച്ചത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടി ചേർത്താൽ വട നന്നായി മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ വടയുടെ പുറംഭാഗം പെട്ടെന്ന് മൊരിയുകയും ഉൾഭാഗം ഒട്ടും വേകാതെ വരികയും ചെയ്യും. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. തൈര് വടയ്ക്ക് വേണ്ട വട നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വട ഇട്ട് അതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 നുള്ളു ജീരകം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് തൈരെടുത്ത് അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളിനി കടുക് താളിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനായി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് താളിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ വട നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് മിക്സിലേക്ക് നമ്മുടെ ഉഴുന്നോടെ ചേർക്കാം. നന്നായി യോജിപ്പിക്കുക. നമുക്കിതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തൈര് വട തയ്യാറായി കഴിഞ്ഞു. Thank you everyone.